മഹേഷിന്റെ പ്രതികാരം സിനിമ ഓർമ്മയില്ലേ? തന്നെ തല്ലിയവനെ തിരിച്ചു തല്ലും വരെ ചെരുപ്പിടില്ല എന്ന നായകന്റെ തീരുമാനം. ഇതാണ് ഇവിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിലും എത്തിയിരിക്കുന്നത്. ഇവിടെ മഹേഷിന് പകരം BJP നേതാവ് കെ അണ്ണാമലയാണ് എന്ന് മാത്രം. DMK സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങും വരെ ചെരുപ്പിടില്ല എന്നാണ് അണ്ണാമലയുടെ ആഹ്വാനം. 48 മണിക്കൂർ നേരത്തേക്കാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അതായത് 48 മണിക്കൂറിനുള്ളിൽ DMK സർക്കാരിനെ താഴെ ഇറക്കുമെന്നാണ് വെല്ലുവിളി. അണ്ണാമലയുടെ ഈ വെറൈറ്റി സമരം സോഷ്യൽ മീഡിയ വഴി ആകെ പ്രചരിച്ചിരിക്കുകയാണ്. അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ ലൈംഗിക അതിക്രമ കേസ് പോലീസ് കൈകാര്യം ചെയ്ത രീതിക്കെതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിക്ക് തന്റെ വീടിന് മുന്നിൽ 6 തവണ ചാട്ടവാറടി നടത്തുമെന്നും അണ്ണാമല കോയമ്പത്തൂരിൽ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞത്. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും മറ്റ് DMK നേതാക്കൾക്കും ഒപ്പം പ്രതി നിൽക്കുന്ന ചിത്രങ്ങളും അണ്ണാമല പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടിരുന്നു. കേസിലെ ഇരയുടെ പേരും ഫോൺ നമ്പറും മറ്റ് വ്യക്തിഗത വിവരങ്ങളും വെളിപ്പെടുത്തിയതിന് അണ്ണാമലയെ സംസ്ഥാന പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. FIR എങ്ങനെയാണ് ചോർന്നത്? FIR ചോർത്തിയത് ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയത്. ഇത്തരമൊരു FIR എഴുതി ചോർത്തിയതിന് പോലീസിലും DMKക്കും ലജ്ജിക്കണം. നിർഭയ ഫണ്ട് എവിടെ പോയി? എന്തുകൊണ്ടാണ് അണ്ണാ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ CCTV ക്യാമറ ഇല്ലാത്തത്? അണ്ണാമല ചോദിച്ചത് ഈ ചോദ്യങ്ങളാണ്. 3 മാസമായി സംസ്ഥാനം സമാധാനപരമായിരുന്നുവെന്നും എന്നാൽ ലണ്ടനിൽ നിന്നും അണ്ണാമല തിരിച്ചെത്തിയതിനു ശേഷം അസ്വസ്ഥമായി എന്നും പറഞ്ഞ നിയമമന്ത്രി രഘുപതിയെയും അണ്ണാമല വിമർശിക്കാൻ മറന്നില്ല. ഇത്തരത്തിലുള്ള രാഷ്ട്രീയം തനിക്ക് മടുത്തുവെന്നും തമിഴ്നാട്ടിലെ വൃത്തികെട്ട രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് അണ്ണാമല പറഞ്ഞത്. ദുഷ്ടശക്തിയെ നീക്കം ചെയ്യുകയല്ലാതെ ഇതിനൊരു വഴിയുമില്ല. ഇതിനായി മധ്യവർഗം പുറത്തു വന്ന് സർക്കാരിനെതിരെ ചോദ്യം ചെയ്യണം. അണ്ണാ യൂണിവേഴ്സിറ്റി വിഷയത്തിൽ ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറെ പിരിച്ചുവിടണമെന്നും അണ്ണാമല വ്യക്തമാക്കിക്കൊണ്ട് വാർത്താ സമ്മേളന വേളയിൽ തന്റെ ചെരുപ്പഴിച്ചു മാറ്റുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. மக்கள்கிட்ட கோரிக்கை வைக்கணும். நீங்க பாத்துக்கங்க, நாங்க திரும்பி எலெக்ஷனுக்கு பணம் கொடுக்குறோம். நீ 1000 கோடி கொடுத்து எல்லாம் பணம் கொடுக்காம தான் மறுபடியும் எலெக்ஷன் நீ செருப்பு போறது கிடையாது. திமுக ஆட்சியிலிருந்து வெளியே போற வரைக்கும் வெறுங்கால் தான். இனி பாத்துக்கலாம் வாங்க ஏதோ ஒரு இடத்துல நிப்பா 234 தூக்கி மக்கள்கிட்ட கோரிக்கை வைக்கணும். நீங்க பாத்துக்கங்க, நாங்க திரும்பி எலெக்ஷனுக்கு பணம் கொடுக்குறோம். நீ 1000 கோடி கொடுத்து எல்லாம் பணம் கொடுக்காம தான் மறுபடியும் எலெக்ஷன் நீ செருப்பு போறது கிடையாது. திமுக ஆட்சியிலிருந்து வெளியே போற வரைக்கும் வெறுங்கால் தான். இனி பாத்துக்கலாம் வாங்க ஏதோ ஒரு இடத்துல நிப்பா 234 தூக்கி மக்கள்கிட்ட கோரிக்கை வைக்கணும். நீங்க பாத்துக்கங்க, நாங்க திரும்பி எலெக்ஷனுக்கு பணம் கொடுக்குறோம். நீ 1000 கோடி கொடுத்து எல்லாம் பணம் கொடுக்காம தான் மறுபடியும் எலெக்ஷன் நீ செருப்பு போறது கிடையாது. திமுக ஆட்சியிலிருந்து வெளியே போற வரைக்கும் வெறுங்கால் தான். இனி பாத்துக்கலாம் வாங்க ஏதோ ஒரு இடத்துல நிப்பா 234 தூக்கி
அது